ഉണ്ണിയേശുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു തിരുപ്പിറവിക്ക് വേണ്ടി നാം ഒരുങ്ങുകയായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിയ മാലാഖ വൃന്ദത്തോടൊപ്പം നാമും ആലപിക്കുകയായി. ഉണ്ണിയേശുവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. തിരുപ്പിറവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത പൂജ്യ രാജാക്കന്മാരെ കുറിച്ചാണ്. കിഴക്ക് കണ്ട നക്ഷത്രത്തെ അനുധാവനം ചെയ്തവർ ഹെറോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ രക്ഷകനെ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്തിയില്ല. പിന്നീട് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ രക്ഷകനെ കണ്ടെത്തി വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി അവിടുത്തെ ആരാധിച്ച് മറ്റൊരു ദേശത്തേക്ക് തിരികെ പോയി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. രക്ഷകനെ കണ്ടെത്തുന്നവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ രക്ഷകനെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിനെ നവീകരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. തിരുവചനത്തിൽ സക്കേവൂസിൻ്റെ ഉപമയിൽ സക്കേവൂസ് രക്ഷകനെ കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്തത്. സാവൂൾ രക്ഷകനെ കണ്ടെത്തുമ്പോൾ പൗലോസായി രൂപാന്തരം പ്രാപിക്കുകയാണ്. പത്രോസ്ലീഹ രക്ഷകനെ കണ്ടെത്തുമ്പോൾ തന്റെ സർവസ്വവും ഉപേക്ഷിച്ച് അവന് പിന്നാലെ അനുഗമിക്കുകയാണ് ചെയ്യുക. ഇന്ന് തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ രക്ഷകനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തി ഇതുവരെ നമ്മൾ ചരിച്ചിരുന്ന ജീവിതത്തിൽ നിന്നെല്ലാം മാറി പുതിയൊരു വഴിയെ ചരിക്കുവാനാണ് ഓരോ ക്രിസ്മസും നമ്മെ ആഹ്വാനം ചെയ്യുക. നമ്മിലെ കോപങ്ങളും ക്രോധങ്ങളും വിഭാഗീയ ചിന്തകളും മത്സരവുമെല്ലാം നമ്മിൽ നിന്ന് അകറ്റി പുതിയ വ്യക്തികളായിട്ട് രൂപാന്തരം പ്രാപിക്കണം. അപ്പോഴാണ് നമ്മിലെ ക്രിസ്മസ് അനുഭവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷമൊക്കെ പുതിയൊരു പന്താവിലേക്ക് നയിക്കപ്പെടുക. അതിനുവേണ്ടി നമുക്ക് ഉണ്ണിയേശുവോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഉണ്ണിയേശുവെ, അങ്ങയുടെ ശാന്തിയിലും സമാധാനത്തിലും നിറച്ച് മറ്റൊരു വ്യക്തികളായിട്ട് പുതിയ വ്യക്തികളായിട്ട് രൂപാന്തരം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.